ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക എന്ന ശീലത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ അതിന്റെ മൂല്യത്തെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. എന്നാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വിശ്രമം ലഭിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനുള്ള സമയം കിട്ടുകയൊക്കെ ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളും ആശയങ്ങളും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനായിട്ട് സാധിക്കും. ഇനി എപ്പോഴും സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകൾ ആളുകൾ വലിയ വില കൽപ്പിക്കാറില്ല. അവിടെ നമ്മുടെ വില കുറയും. എന്നാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അത് ശ്രദ്ധയോടെ കേൾക്കും. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും ആപത്തുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ട്, നാക്കു പിഴച്ചാൽ ആയുസ് ഒടുങ്ങുമെന്ന്. അപ്പോൾ പല അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും പിണക്കങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ടാകുന്നത് ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ കൊണ്ടാണ്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒക്കെ വലിയ തോതിൽ ഊർജം പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ മിതമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഊർജത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും സമാധാനത്തെയും ഒക്കെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇനി ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നാൽ ഒന്നിനോട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക എന്നല്ല കേട്ടോ. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും ലളിതമായിട്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആവശ്യമായ സമയത്ത് മാത്രം പറയുക. മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ആലോചിക്കാതെ കൂടുതൽ സംസാരിക്കും തോറും നമ്മുടെ വാക്കുകളിൽ തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ആലോചിക്കാതെ പറയുന്ന ഒരു വാക്കു മതി ഒരു വലിയ സൗഹൃദമോ ബന്ധമോ ഒക്കെ തകരാനായിട്ട്. എന്നാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവര് സാധാരണയായിട്ട് ഓരോ വാക്കും അവർ ചിന്തിച്ച് അളന്നു തൂക്കി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മുടെ നാക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു നല്ല നിരീക്ഷകനായിട്ട് മാറും. മറ്റുള്ളവരുടെ ശരീരഭാഷ, അതായത് ബോഡി ലാംഗ്വേജ്, മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ്, സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുപോലെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുമ്പോൾ, അതായത് നമുക്ക് വേണ്ട നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും. ഇനി നമ്മൾ അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ BP കൂട്ടാനും അതായത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനും അത് കാരണമാകും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ തിരുത്താനോ നമ്മുടെ ഭാവം ന്യായീകരിക്കാനോ ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ മൗനം പാലിക്കുന്നത് വലിയ മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തത ലഭിക്കും. ഇനി നമ്മുടെ ബാഹ്യമായിട്ടുള്ള സംസാരങ്ങൾ കുറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് തിരിയും. നമ്മുടെ സ്വന്തം വികാരങ്ങളെക്കുറിച്ചും നമ്മുടെ ചിന്തകളെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, എൻ്റെ ഇമോഷൻ എന്താണ്, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് വലിയ ശാസ്ത്രജ്ഞരും ചിന്തകരും എഴുത്തുകാരും ഒക്കെ മൗനത്തെ ഒരു ഉപാധിയായിട്ട് സ്വീകരിച്ചത്. എന്നാൽ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നാൽ ഒന്നിനോട് പ്രതികരിക്കാതെ ഭീരുവോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധനോ ഒന്നും ആവുക എന്നല്ല കേട്ടോ. വാക്കുകളുടെ മൂല്യം അറിഞ്ഞിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സംസാരിക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശീലം പ്രായോഗികമായിട്ട് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട്, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ
ചാടിക്കയറി മറുപടി പറയാതിരിക്കുക, അതായത് ധൃതി കൂട്ടാതിരിക്കുക. ഇതിന് പകരം അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടു തീർക്കുക. എന്നിട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മാത്രം അവരോട് സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമതായിട്ട്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചർച്ചകളിലും നമ്മൾ അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ല. ചില വിഷയങ്ങളിൽ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ല എന്ന് തുറന്നു പറയാനും ആ ചർച്ചകളിൽ വേറെ ഒരു ശ്രോതാവായിട്ട് ഇരിക്കാനും ശീലിക്കുക. ഇനി മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ സ്വയമായിട്ട് ചോദിക്കുക. ഒന്നാമതായിട്ട്, ഞാൻ പറയുന്ന കാര്യം ശരിയാണോ? ഇത് പറയേണ്ടത് ഇവിടെ ആവശ്യമാണോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം അതെ എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. അപ്പോൾ ഈ ഒരു ശീലം ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് നാളെ മുതൽ ഒരു ദിവസം കുറഞ്ഞത് 1 മണിക്കൂർ മനഃപൂർവ്വം ശാന്തത പാലിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അവിടെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഇത് പടിപടിയായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.